ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ചങ്കീസിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പനീർ ചങ്കീസ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ചപ്പാത്തി പുൽക്ക പറാട്ടയുടെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കൂട്ടാൻ, അത് പനീറിൻ്റെ കൂട്ടാൻ, അത് നല്ല റിച്ച് പ്രോട്ടീൻ റിച്ച് ഒരു കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് ഓയിൽ എടുക്കാം. അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 400 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അകത്ത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണേ. അതിന് ശേഷം നമുക്കാണെങ്കിൽ കറി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. സമയമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 10-15 മിനിറ്റത്തേക്കാണെങ്കിലും വെച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി, അല്ല കൈ കൊണ്ട് മിക്സ് ആക്കേണ്ട, സ്പാച്ചിലും കൊണ്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. എനിക്ക് കൈ കൊണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് പൊടിയിൽ കൂട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്പാച്ചിലും കൊണ്ട് മിക്സ് ആക്കിയത്. പിന്നെ ഇത് ഞാൻ ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ മസ്റ്റർഡ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഈ പനീർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ല, അതാകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ക്രിസ്പിയായി വരുന്നവരെ, മൊരിഞ്ഞ് വരുന്നവരെ, മേളിൽ 2 സൈഡിൽ കൂടെ മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ അല്ല എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ സോട്ട് ചെയ്തെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ഒത്തിരി ഓയിലിൻ്റെ ആവശ്യം, എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. ഇനിയാണെങ്കിൽ മസ്റ്റർഡ് ഓയിൽ എടുത്തേക്കാൻ 2 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് മസ്റ്റർഡ് ഓയിൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏതാ വേണ്ടത്, സൺഫ്ലവർ ഓയിലാണെങ്കിലും എടുത്താൽ മതി, കുഴപ്പമില്ല. 3 സവാള നീളനെ അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക് നടുകെ കീറിയതും, ഒരു 5-10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 15-20 നമുക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പ്. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കത് മിക്സി ജാറിട്ട് അരച്ചെടുക്കാം. നന്നായിട്ടൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം എപ്പോഴും ഇട്ട് കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാണെങ്കിൽ ഒത്തിരി ഉപ്പ് ഇടണ്ട, കുറേശ്ശെ ഇട്ടാൽ മതി. ലാസ്റ്റ് നമുക്കാണെങ്കിൽ വേണമെങ്കിൽ അതനുസരിച്ച് എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കാമല്ലോ, അത് കാരണം കൊണ്ട്. അത് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാർ ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അത് 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ബേ ലീവ്സ്, പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഏലയ്ക്ക, പിന്നെ ചെറിയ ജീരകം, ഇത്രയും സാധനങ്ങൾ നമുക്ക് അകത്ത് ഇട്ട് കൊടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പം നമുക്കാണെങ്കിൽ 3 തക്കാളിയെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ പ്യൂരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ എടുക്കാം. കശ്മീരി റെഡ് ചില്ലി പൗഡർ എരിവൊന്നും വരുത്തൊന്നുമില്ല കേട്ടോ, നല്ലൊരു കളറിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി അതിന് ശേഷം അടച്ച് നമുക്ക് ഇതൊന്ന് നന്നായി മസാലയും തക്കാളിയൊക്കെ വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പം നമ്മൾ സവാളയൊക്കെ ആണെങ്കിൽ അടിച്ച് വെച്ചേക്കുന്നില്ലേ മിക്സിയിൽ, അത് നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ കണ്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അരച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് അതിൻ്റെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് ഇട്ടതിന് ശേഷം നമുക്കാണെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ആ മിക്സി ജാറിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മസാലയൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഈ മസാലയ്ക്കകത്ത് ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരി വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്നും തിളങ്ങൾ വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ മൊത്തം ഗ്യാസൊക്കെ അഴുക്കായി ആകെ ഇതായി വരും കേട്ടോ. അതുകൊണ്ടൊന്ന് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് നന്നായിട്ട് റെഡിയായി തിളച്ച് വരുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ പനീർ സോട്ട് ചെയ്ത് വെച്ചില്ല, നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പാൽപ്പാടയില്ലേ, അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യണം കേട്ടോ, ഉപ്പൊക്കെ പാകമാണോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ചങ്കേസി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.